ഈ കാണിച്ചേക്കുന്ന ഈ പിക്ചറിൽ 8 എനർജി സോഴ്സസ് കൊടുത്തിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി സോഴ്സ്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് വെച്ചാൽ ഒരു എനർജിയെ നമുക്ക് പിന്നെ വേറെ ഒരു എനർജി ആക്കി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്ന എനർജി സോഴ്സുകൾ അതൊരു എനർജിയാണ്. അതിനെ വേറൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ആ എനർജിനെ നമുക്ക് പിന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ എനർജി സോഴ്സസിൽ നോൺ റിന്യൂവബിളും റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതൊക്കെയാന്ന് നോക്കാം. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൾ ഉണ്ട്, ന്യൂക്ലിയർ ഉണ്ട്, ഓയിൽ ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ബയോമാസ്, ഹൈഡ്രോ എനർജി, വിൻഡ്, സോളാർ എനർജി എന്നിവയൊക്കെ കാണാം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രസക്തി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഹൈഡ്രോ എനർജി, വെള്ളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന എനർജി. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇതില് ഇലക്ട്രിസിറ്റി ബില്ല് വളരെ കൂടുതലാണ്. ഈ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനാണ് നമ്മൾ സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ എനർജി എന്നിവയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നതും ഈ 3 എനർജികളിലോട്ടാണ്. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളിൽ ഒന്നാണ് ഹൈ ഇലക്ട്രിസിറ്റി ബില്ല്. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് ഇച്ചിരിയെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് നമുക്കൊരു വലിയ ലാഭമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്. ഈ റിന്യൂവബിൾ എനർജി സോഴ്സസ് നേരത്തെ പറഞ്ഞില്ലേ, അതെല്ലാം ഇതിന് ഒരു പിന്താങ്ങാണ്. വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 എനർജി സോഴ്സസ് ആണുള്ളത്. ബയോമാസ്, വിൻഡ്, സോളാർ എനർജി. ഹൈഡ്രോ എനർജി നമുക്ക് പോസിബിൾ അല്ല, കാരണം ഈ ഹൈഡ്രോ എനർജി ഡാമുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. കാരണം നമ്മുടെ വീട്ടിൽ അത്രയും ഫോഴ്സില് വെള്ളം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ വീടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ സോളാർ എനർജി, വിൻഡ് എനർജി, ബയോമാസ്. അപ്പൊ പല വീടുകളിൽ ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് വരുന്നത് സോളാർ എനർജിയാണ്. സോളാർ എനർജിക്ക് നല്ല എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഇച്ചിരിയും കൂടെ വില കുറഞ്ഞതാണ് ഈ വിൻഡ് എനർജി വെച്ചിട്ട് ഉള്ള ഒരു പരിപാടി. അപ്പൊ ഈ വിൻഡ് എനർജിയിലോട്ട് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഇപ്പോൾ കാഴ്ചവെക്കുന്ന ഈ ഇമേജ് ഒരു വെർട്ടിക്കൽ വിൻഡ്മില്ലാണ്. വെർട്ടിക്കൽ വിൻഡ്മിൽ എന്ന് വെച്ചാൽ സാധാ വിൻഡ്മില്ലിനേക്കാളും ഷേപ്പ് മാറി മേളിൽ നിന്ന് താഴോട്ടായിട്ടിരിക്കുന്ന ഒരു വിൻഡ്മില്ലാണ് വെർട്ടിക്കൽ വിൻഡ്മിൽ. ഈ വെർട്ടിക്കൽ വിൻഡ്മില്ലിന് വലുതുമുണ്ട്, ചെറുതുമുണ്ട്. അപ്പൊ നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വെർട്ടിക്കൽ വിൻഡ്മില്ലിന്റെ ചെറിയ ഫോമുകളാണ്. ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഇമേജ് ഒരു ചെറിയ വിൻഡ്മില്ലിന്റെ ഫോമാണ്. അപ്പൊ ഈ വിൻഡ്മില്ല് നമുക്ക് പലയിടത്ത് വെക്കാം. റോഡ് സൈഡിലൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഫ്രണ്ടിൽ കൂടെ വണ്ടിയൊക്കെ പോകുമ്പോൾ ആ ഒരു എനർജിയില് ഒരു കാറ്റുണ്ടാവുമല്ലോ, ആ ഒരു കാറ്റില് ഇത് കിടന്ന് കറങ്ങും. അപ്പോൾ അതിന്റെ അന്ന് നമുക്കൊരു എനർജി സോഴ്സ് ഉത്പാദിപ്പിക്കാം. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഇമേജില് വെർട്ടിക്കൽ ആക്സിസ് ഉള്ള വിൻഡ് ടർബൈനില് എത്ര ഫോമുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാം. 4 ഫോമുകളാണ് ഇതിനുള്ളത്: ഡാരിയസ്, ഹെലിക്കൽ, എക്സ് റോട്ടോർ, സൊവോനിയസ്. ഈ 4 വിൻഡ് മില്ലുകള് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെക്കാം. വീട്ടിലായാലും ഈ റോഡിന്റെ സൈഡുകളിലായാലും നമുക്ക് അവിടുന്ന് ഉള്ള ആ കാറ്റ് വെച്ച് ഒന്നുകിൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ മിക്കവാറും നമ്മൾ കാണുന്ന ഒന്നാണ് സ്ട്രീറ്റ് ലൈറ്റ്സും സിഗ്നൽസും എല്ലാം ഓഫായി കിടക്കുന്നത്. ഈ സിഗ്നൽസ് ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ ചെറിയ വിൻഡ് മില്ലുകൾ. അപ്പൊ ഈ വിൻഡ് മില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുമായിട്ട് ഒരു വിൻഡ് മില്ലിന്റെ ഘടന എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വെർട്ടിക്കൽ വിൻഡ് മില്ലിന്റെ ഘടനയാണ്. ഒരു വെർട്ടിക്കൽ വിൻഡ് മില്ലിന്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിന് ബ്ലേഡുകളും പിന്നെ ഒരു വെർട്ടിക്കൽ ടവറുമാണ്. ഈ ബ്ലേഡിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ താഴോട്ട് ഒരു ഷാഫ്റ്റ് നമുക്ക് കാണാനാവും. ആ ഷാഫ്റ്റ് ഇന്ന് കണക്ട് ആവുന്ന ഒരു ഗിയർ ബോക്സിലോട്ടാണ്. അപ്പൊ ഈ ഷാഫ്റ്റ്, ഈ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ആവും. അപ്പം നമ്മുടെ ഗിയർ ബോക്സിന്റെ അകത്തുള്ള ഗിയറുകളും റൊട്ടേറ്റ് ആവും. ഈ ഗിയർ ബോക്സ് ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു മെയിൻറ്റെയിൻ ആയിട്ട് നമുക്കൊരു സ്പീഡ് കിട്ടാനാണ്. അപ്പൊ ഈ ഗിയർ ബോക്സ് വെച്ചിട്ട് ഗിയർ ബോക്സിന്റെ അപ്പുറം ഒരു ജനറേറ്റർ ആണ് വെച്ചേക്കുന്നത്. ഈ ജനറേറ്റർ ഈ ഗിയർ ബോക്സിന്റെ അകത്തുനിന്ന് ഒരു ഷാഫ്റ്റ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ആവുമ്പോ ഈ ജനറേറ്റർ വർക്ക് ആവാൻ തുടങ്ങും. ജനറേറ്റർ വർക്ക് ആയി കഴിഞ്ഞാൽ ജനറേറ്ററിൽ നിന്ന് അപ്പുറം ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്. ആ ബാറ്ററിയിലോട്ട് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ വയർ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇലക്ട്രിക്കൽ വയർ വഴി നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ജനറേറ്റർ ഉത്പാദിപ്പിക്കുന്ന ഈ
എനർജി സോഴ്സ് ആയ ഇലക്ട്രിക്കൽ എനർജി ആ ബാറ്ററിയിൽ സ്റ്റോർ ആവും. ഈ ഒരു സെറ്റപ്പിന് ഒരുപാട് പ്രൈസ് ഒന്നും ആവത്തില്ല. അപ്പൊ ഈ നമുക്ക് ഓരോ വീടുകളിലൊക്കെ വെക്കാൻ പറ്റും. ഈ ഇലക്ട്രിക്കൽ കാറുകളൊക്കെ അഫോർഡ് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ ആ വീടിലോട്ട് ഇതൊരു എനർജി സോഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് KSEB ലൈനിൽ നിന്നും കറണ്ട് എടുക്കുന്നതിന് പകരം ഈ ഫ്രണ്ടിൽ വീടിന്റെ മുറ്റത്തൂടെ ഓടുന്ന വണ്ടി അല്ലെങ്കിൽ വീടിന്റെ മേളിലൂടെ അടിക്കുന്ന ഈ കാറ്റ്, ആ കാറ്റിൽ നിന്നുണ്ടാകുന്ന ഈ എനർജി എടുത്ത് അവരുടെ വണ്ടി ചാർജ് ചെയ്യാൻ കഴിയും. സ്ട്രീറ്റുകളിലായാലും വീടുകളിലായാലും ഇത് ഒരുപോലെ തന്നെ പ്രവർത്തിക്കും. ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്